നമസ്കാരം. എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കൊടുങ്ങല്ലൂർ അമ്പലം സ്പെഷ്യൽ വീഡിയോ പാർട്ട് 3 ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൊടുങ്ങല്ലൂരമ്മ വടക്കോട്ട് ദർശനമായിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്ത് തന്നെ ശിവഭഗവാനുണ്ട്. ശിവഭഗവാൻ കിഴക്കോട്ടും ദർശനമായിരിക്കുന്നു. കൊടുങ്ങല്ലൂരമ്മേ രക്ഷിക്കണേ. 10 ഏക്കർ വിസ്തീർണത്തിനുള്ളിലാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റമ്പലം, ശ്രീകോവിൽ, തിടപ്പള്ളി, വലിയ ബലിക്കല്ല്, നാലമ്പലം, ആനപ്പന്തൽ, മണ്ഡപം, ബലിക്കൽപുര, ഗണപതി പ്രതിഷ്ഠ, സപ്തമാതാക്കൾ എല്ലാം ഇതിനകത്താണുള്ളത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ശിവഭഗവാന്റെ ഇടത്തെ സൈഡിൽ ഒരു ഭണ്ഡാരമുണ്ട്. അതിൽ മഞ്ഞപ്പൊടിയും കുരുമുളകും എല്ലാവരും സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവാം. അതെന്തെന്ന് വെച്ചാൽ വൈറസ് രോഗങ്ങൾ വരാതിരിക്കാനും വന്നത് മാറിക്കിട്ടി ശേഷം സമർപ്പിക്കുകയും ചെയ്യുന്നതാണത്. കൊടുങ്ങല്ലൂർ അമ്പലം ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം. അമ്മേ ശരണം, ദേവീ ശരണം. കൊടുങ്ങല്ലൂരമ്മയല്ലാതെ മറ്റ് 3 അംബികമാർ ഏതൊക്കെ എന്ന് വെച്ചാൽ കൊല്ലൂർ മൂകാംബിക, പാലക്കാട് കലേക്കുളങ്ങര ഹേമാംബിക, കന്യാകുമാരി ബാലാംബിക എന്നിവയാണ് മറ്റ് 3 ക്ഷേത്രങ്ങൾ. കേരളത്തിലെ മറ്റ് 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മൻ്റെ അവിടെ പ്രധാന ഒരു വഴിപാടാണ് നാരങ്ങമാല സമർപ്പിക്കൽ. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആഗ്രഹ സഫലീകരണമാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തെ മറ്റൊരു പ്രതിഷ്ഠയായ ശ്രീ മഹാകാളിയെ രഹസ്യാറയിൽ പടിഞ്ഞാറു ദർശനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. മീനമാസത്തിലെ ഭരണി ഉത്സവം, മകരമാസത്തിലെ താലപ്പൊലി ഉത്സവം, കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പ്രസിദ്ധമായ ആഘോഷങ്ങൾ. കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പട്ട് സമർപ്പിക്കൽ. കൊടുങ്ങല്ലൂരമ്മയെ രക്ഷിക്കണേ. തീരാത്ത ദുരിതങ്ങളും മാറാ രോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. കൊടുങ്ങല്ലൂരമ്മ ശക്തി സ്വരൂപിണി, ആരോഗ്യദായിനി, നിവാരണ ദൈവം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ശിവഭഗവാന് തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഇവിടെ വഴിപാടുകളൊന്നും ചെയ്യുന്നില്ല. അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഉപദേവതകളായി ഗണപതി, ക്ഷേത്രപാലകൻ, വീരഭദ്രൻ, വസൂരിമാല, തവിട്ടുമുത്തി എന്നിവരാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് രക്തപുഷ്പാഞ്ജലി. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശത്രു മനോഭാവ ശമനവും അഭിവൃദ്ധിയുമാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ തവിടുമുത്തി കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഒരടുക്ക് വെറ്റില സമർപ്പിക്കൽ. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അഭിഷ്ടസിദ്ധിയാണ്. കൊടുങ്ങല്ലൂരമ്മയെ രക്ഷിക്കണേ. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ തവിടുമുത്തിക്കുള്ള പ്രധാന വഴിപാട് തവിട് ആടിക്കലാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മറ്റൊരു ഉപദേവതയായ വസൂരിമാല വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഒരു ദേവിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാട് ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ്.
അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശത്രുദോഷ നിവാരണമാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ വസൂരിമാലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഗുരുതി. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന ഒരു വഴിപാടാണിത്. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ മറ്റൊരു ഉപദേവതയ ക്ഷേത്രപാലകൻ്റെ പ്രധാന ഒരു വഴിപാടാണ് പുളിഞ്ചാമൃതം. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ആഭരണങ്ങൾ സമർപ്പിക്കുക. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ വസൂരിമാലയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മഞ്ഞൾപ്പൊടി ആടിക്കൽ. കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വെടിവഴിപാട്. അമ്മേ കൊടുങ്ങല്ലൂരമ്മേ രക്ഷിക്കണേ. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഗണപതി ഭഗവാന് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഒറ്റയപ്പം കഴിക്കൽ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട് അടുത്താണ് ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.